ഹായ് ഓൾ, ഇന്നസെൻറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്നസെൻറ്റ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സതീഷ് തൻവി. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. പുള്ളി ഉപ്പുമുളക്, മറിമായം പോലത്തെ TV പരിപാടികളിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആദ്യം തന്നെ പറയട്ടെ, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഈ സിനിമ അപരാധം എന്ന് പറഞ്ഞാൽ കാട്ടപരാധം, ഒന്നും പറയാനില്ല. സ്ട്രെയിറ്റ് ഞാൻ പറയും, വെറും അപരാധം. അതായത് മലങ്കൾട്ടൊക്കെ ആയിട്ട് ആസ്വദിക്കുന്ന സിനിമകളുണ്ട്, ആ കാറ്റഗറി പെടുത്താന്ന് വെച്ചാൽ ആ കാറ്റഗറി പോലും പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമ. അതായത് ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ടോർച്ചറിങ്. 2 മണിക്കൂർ കഴിഞ്ഞ് ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ പെട്ട പാടുണ്ടല്ലോ. ആദ്യം തന്നെ എന്നെ ഞാൻ പരാതി പറഞ്ഞത് ഇങ്ങനത്തെ സിനിമക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് സിനിമ റിലീസായി, അപ്പോൾ നമുക്ക് ഓരോ പ്രതീക്ഷ. അതായത് ഈ സിനിമയിൽ പ്രധാനമായിട്ടും മന്ദാകിനി എന്ന് പറയുന്ന സിനിമയുടെ ടീംസാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. നമുക്കറിയാം അൽത്താഫ് സലീം, അതേപോലെ അനാർക്കലി മരക്കാർ, പിന്നെ ഇതിൽ അസീസ് നെടുമങ്ങാടുണ്ട്, അതേപോലെ ഇതിൽ ജോമോൻ ജ്യോതിർ ഉണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ ഉപ്പുമുളക് മറിമായത്തിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ, പിന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഇവരുടെയൊക്കെ ഭയങ്കര വെറുപ്പീര്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കയറി 2 മണിക്കൂർ അങ്ങ് വെറുപ്പിച്ചോ, അങ്ങനെ പറഞ്ഞ് ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട്. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ, അഭിനയം പോട്ടെ, ഡയലോഗുകൾ, ഇത്രയും വൃത്തികെട്ട ഡയലോഗുകൾ ഞാൻ ഈ അടുത്ത് ഒരു സിനിമയിലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഞാൻ ഇത്രയും എനിക്ക് മോശം എക്സ്പീരിയൻസ്, അതായത് വളരെ മോശം എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മച്ചാൻ്റെ മാലാക എന്ന് പറയുന്ന ഷീലു എബ്രഹാമിൻ്റെ ഒക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തങ്കമണി ദിലീപിൻ്റെ, അത് പക്ക നാടക സാധനം. അതേപോലെ ഒരു പക്ക സ്കിറ്റ് ലെവൽ അല്ലെങ്കിൽ നാടക ലെവൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ലെവൽ സാധനം 2 മണിക്കൂർ വലിച്ച് നീട്ടി സിനിമയാക്കി. ഇവർ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിനെയൊക്കെയാണ് ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പ്രൊപ്പഗണ്ട സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പുണ്യാളൻ അഗർബത്തീസ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ചുകൂടി നമ്മളെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭൂലോക കാട്ടപരാധം പോലെ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, KSRTCയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, കംഫർട്ട് സ്റ്റേഷൻസ്. ഇത് സർക്കാരിനെ വിമർശിക്കുകയാണെങ്കിൽ പോലും കുറച്ച് സാമാന്യം എന്താ പറയുക, നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിമർശിക്കുകയാണെങ്കിൽ കൊള്ളാം. എന്നാൽ ഈ സിനിമയിലൂടെ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്ര ലൈറ്റായിട്ട് കോമഡി വെർഷൻ ഇറക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന രീതിയിൽ എടുത്തു വെക്കണ്ടേ. ഇതൊരുമാതിരി ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ മടല് വെട്ടി അടിക്കാൻ തോന്നുന്നു. അമ്മാതിരി സാധനം. ലിറ്ററലി ഞാൻ പോയത് എടപ്പള്ളി വനിതാ വിനിതയിലാണ്. ഞങ്ങളൊരു 20-30 ആൾ കഷ്ടിച്ചിട്ടുണ്ടാവും. എല്ലാവരും സത്യം പറഞ്ഞാൽ അവസാനം ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവസ്ഥ ആലോചിച്ചിട്ടാണ്. ഞാൻ ഒരാൾ പറയുമായിരുന്നു 10 പേരെന്തോ ആയിട്ട് വന്നത്, അപ്പോൾ ടിക്കറ്റിൻ്റെ കാശ് തരൂല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ അപരാധ സാധനം. എന്നാൽ മലങ്കൾട്ടായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. സിനിമയുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മാവേലിക്കരയും തിരുവനന്തപുരമാണ്. അപ്പോൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ചവറയിലുള്ളൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ പറഞ്ഞാണെങ്കിൽ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സീക്വൻസിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുന്നു, ഡയറക്ടറിൻ്റെ പേര് എഴുതി കാണിക്കുന്നു. ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരുപാട് ടെക്നിക്കലൊക്കെ. എനിക്കറിയില്ല എന്തിനാണ് ഇത്ര ടെക്നിക്കൽ ടീം. കോസ്റ്റ്യൂം ഡിസൈനറിനെയൊക്കെ കിട്ടിയാണ്ടല്ലോ, എൻ്റെ പൊന്നെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ അനാർക്കലി മരക്കാർക്ക് പിന്നെ സാരി, ഇതിൽ കുറേ സാരി ഉടുക്കുന്നുണ്ട്. അവർ സാരി ഉടുത്ത് വെച്ചേക്കുന്നുണ്ട. നമ്മൾ ഈ ഓണപ്പരിപാടിക്ക് വടംവലിക്കും മറ്റു പരിപാടിക്കൊക്കെ നമ്മൾ മുണ്ടിങ്ങനെ മേളിലേക്ക് കയറ്റി വെക്കുന്ന പോലെ, അല്ലെങ്കിൽ സാരി പെൺകുട്ടികൾ ഇങ്ങനെ മേളിലേക്ക് പൊക്കി വെക്കുന്ന പോലെയാണ്. ഒരു മാച്ചിങ്ങും ഇല്ലാത്ത കോസ്റ്റ്യൂം. പിന്നെ ഇതിൽ മറ്റേ അന്ന എന്ന് പറഞ്ഞ മറ്റേ ഈ D4 ഡാൻസിലൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ വിന്നറൊക്കെ ആയിട്ട് ആ ഒരു റണ്ണറപ്പ് ഉണ്ടായ ആ ഒരു പുള്ളിക്കാരി, അവരൊക്കെ കുറേ പാട്ട് സീനൊക്കെ ഉണ്ട്. പാട്ടുകളും BGM ഒക്കെ അരോചകം എന്ന് പറഞ്ഞാൽ ഇത്ര അരോചകം ഇല്ല. ശരിക്കും ഈ സിനിമയിൽ പോസിറ്റീവ് പറയാനായിട്ട് യാതൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്ക് കുറച്ചെങ്കിലും പോസിറ്റീവ് പറയാൻ തോന്നിയതെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ജോമോൻ ജ്യോതിയുടെ ചില കോമഡികൾ. പക്ഷേ ഞാൻ പറയുകയാണ്, അത്രയും മണിക്കൂർ ഇരുന്ന് ടോർച്ചർ പോലെ ഇരിക്കുന്ന സമയത്ത് ഈ കോമഡികളൊന്നും നമുക്ക് ഏക്കത്തില്ല. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി ഓടാൻ തോന്നും. അമ്മാതിരി അപരാധ സാധനം. അൽത്താഫ് സലീമൊക്കെ അത് പുള്ളി സ്ഥിരം ചെയ്തു വരുന്ന ആ മീറ്ററിൽ ഒരുമാതിരി, അതായത് പുള്ളി കോമഡി ആക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം, നമ്മൾ കരഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ അസീസിന് കുറേ നാൾ നമ്മുടെ അശോകൻ്റെ കോമഡി, അശോകൻ്റെ ഇതായിരുന്നു, എന്താണ് മറ്റേ അഴകിയ എന്ന് പറഞ്ഞിട്ട് അവനെ മുടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട്. ഇപ്പോൾ ആണെങ്കിൽ മറ്റേ മമ്മൂക്കയുടെ കുറേ സാധനം കൊണ്ടുവരുന്നുണ്ട്. പുള്ളി മമ്മൂട്ടി ഫാനാണോ എനിക്കറിയത്തില്ല, പക്ഷേ പുള്ളി മറ്റേ വടക്കം വീരകഥയിലൊക്കെ മമ്മൂട്ടി ഭയങ്കര ഇതായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മറ്റേ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ സാധനം ഇത് റീൽ എടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഭർത്താവ്. ഭാര്യയായിട്ട് വരുന്ന മറ്റേ സഞ്ജു ലക്ഷ്മി, അവരാണെങ്കിൽ കുറേ എക്സ്പ്രഷൻസ് ഭാര്യയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ കുറേ RJ അഞ്ജലി, RJ മിഥുൻ, അങ്ങനെ കുറേ ഒരു ലോഡ്. അതിൽ വേറൊരുത്തനുണ്ട് ആ ഒരു ഓഫീസിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അവൻ്റെ പേര് എന്തോ ഒരു ശരത്തെന്നോ അങ്ങനെ എന്തോ അവൻ്റെ പേര്. എൻ്റെ പൊന്നെ വെറുപ്പീരെന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ ഡയലോഗും അവനെ സത്യം പറഞ്ഞാണ്ടല്ലോ കൈ കിട്ടിയെടുത്ത് അടിക്കാൻ തോന്നും. കാരണം നമ്മൾ 10-200 രൂപ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുക, നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. ഞാനതാണ് ഇന്നലെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്ന് ഷൂട്ട് ചെയ്ത്. ഇന്നലെ ഞാൻ സിനിമ കണ്ടത്, ഇന്നലെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല. അത്രയ്ക്ക് ദേഷ്യമാണ് എനിക്ക് വന്നത്. അമ്മാതിരി അപരാധ സാധനം എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓടും കുതിര ചാടും കുതിരയൊക്കെ ഭേദം എന്ന് പറയാം. അതൊക്കെ
അതൊക്കെയായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടത് വെച്ച് കുറച്ച് എന്താ പറയുക അപരാധം പോലെ തോന്നിയത്. പക്ഷേ അതിനെയും ഇതിനെയും കൂടെ ഒരു ത്രാസിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇപ്പം മിനി തട്ടിലുണ്ട്. അത് ഇങ്ങനെ വെറുപ്പിച്ചോളാം പറയും. ഇത് പ്രൊഡ്യൂസറൊക്കെ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറിൽ വന്നിട്ട് അയാളുടെ ഡയലോഗ് ഡെലിവറി അയാൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ എൻ്റെ പൊന്നോ ഇമ്മാതിരി സാധനം സോഷ്യലി റിലവൻറ്റ് ടോപ്പിക്കാണ് പോലും. അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രതിഷേധിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് എങ്ങും കണ്ടിട്ടില്ലാത്ത കുറേ അപരാധ പ്രതിഷേധങ്ങളും ഇത് കണ്ടിട്ട് ആക്ഷൻ എടുക്കുന്ന അങ്ങനെ എടുക്കുന്ന ആത്മഹത്യ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ആരെ മൊത്തത്തിൽ കൊലപാതക ടോർച്ചർ എന്ന് പറഞ്ഞാൽ വെറും മോശം സിനിമ, ഒന്നും പറയാനില്ല, നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അങ്ങനെ ഈ സിനിമ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ബംഗാളിയെ കാണിച്ചിട്ട് എൻ്റെ പൊന്നെ ബംഗാളി കോടതി കിടന്ന് കാണിക്കുന്ന ഒരു സാധനമുണ്ട്. മമ്മൂക്കയുടെ നമ്മുടെ എപ്പിക് ഡയലോഗ് നമ്മുടെ നരസിംഹത്തിലെ ഷാൾ ഐ റിമൈൻഡ് യു സംതിങ് എന്ന് പറഞ്ഞ സാധനം ഒരു ബംഗാളി സ്ലാങ്ങിൽ വെച്ചിട്ട് അങ്ങോട്ട് കൊളവാക്കിയത് കോമഡിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നു? നിങ്ങൾ ഒരുമാതിരി സ്പൂഫ് പടം എടുത്ത് വെച്ചേക്കുന്നു. അങ്ങനെ സ്പൂഫാണെങ്കിൽ സ്പൂഫാണെന്ന് പറഞ്ഞ് ഇറക്കണേ. ഇതൊരുമാതിരി ഫാമിലി ഫൺ റൈഡ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട്, അതായത് സിനിമയ്ക്ക് ഞാൻ കാണുന്നത് ഇന്നലെ രാത്രിയാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ പോസ്റ്റുകൾ കാണുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ നർമ്മത്തിലൂടെ ചാലിച്ചത് നാടോടിക്കാറ്റുന്ന് ന്യൂ ജനറേഷൻ നാടോടിക്കാറ്റ് എന്നുള്ളൊരു PR വർക്കാണ് ഞാൻ കണ്ടത്. ഇതൊക്കെ നാടോടിക്കാറ്റാണെന്ന് പറഞ്ഞവനെ നമ്മുടെ കൈ കിട്ടിയാണ്ടല്ലോ. ഞാൻ സീരിയസ്ലി എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വധം ടോർച്ചറായിരുന്നു. എനിക്ക് എങ്ങനെയും അതായത് 2.5 മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ, 3 മണിക്കൂർ പോലെ വലിച്ച് നീണ്ടുപോയ പോലെ എനിക്ക് തോന്നിയത്. അതായത് മറിമായം ഉപ്പുമുളകിലൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ വോഡാഫോൺ കോമഡി സ്റ്റാർസ് ഒക്കെ ഇല്ലേ പഴയ പോലെ, അങ്ങനത്തെ കുറേ സ്കിറ്റിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവങ്ങൾക്ക് വരുന്ന ഈ കോമഡി ട്രൂപ്പുകൾ കാണിക്കുന്ന സാധനമാണെങ്കിൽ പോലും സഹിച്ചിരിക്കാം. പക്ഷേ ഒരു സിനിമയാക്കുമ്പോൾ നിങ്ങൾ ആ രീതിക്ക് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കൊമേഴ്ഷ്യലായിട്ട് സിനിമയാക്കി ഇറക്കുമ്പോൾ എന്ത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണ്. പോകാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് തരുന്ന ഒരു എന്താ പറയുക, ശരിക്കും നിങ്ങൾ കാണിക്കുന്ന ഭയങ്കര മോശം ഇതാണ്. പിന്നെ അങ്ങനെ പോകുന്ന സിനിമയ്ക്ക് ഇടയ്ക്ക് ഇതേ കണക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റുകൾ, അതായത് ഈ ജുവല്ലറിയുടെ സാധനങ്ങൾ, പിന്നെ ഇതേ കണക്ക് എന്തോ ഒരു ഏവിയേഷൻ സ്കൂളോ എങ്ങാണ്ട്, അതായത് ഇതിൽ അൽത്താഫ് പെണ്ണ് കാണാൻ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എവിടെ പഠിക്കുന്നത്. ഓക്കെ, ന്യായമായ ചോദ്യം. എത്ര വർഷമായി ആ കോളേജ് തുടങ്ങിയിട്ട്? എന്ത് റിലവൻസ് ആണുള്ളത്? അതായത് ആ കോളേജിൻ്റെ പേരും ഇത്ര വർഷമായിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ആഡ് വെക്കുന്നത്. നിങ്ങൾക്ക് അതിന് നല്ലൊരു ആഡ് ഉണ്ടാക്കുന്നതല്ലേ. സിനിമയ്ക്കകത്ത് ഇമാതിരി സാധനം കാണിച്ചു വെച്ചിട്ട് ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ടൊന്നുമല്ല, അതായത് നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അത് ഇത്രയും മോശമാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് വന്നു പോകുന്നതാണ്. എന്നെ സംബന്ധിച്ച് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ മോശം സിനിമ. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. സീരിയസ്ലി വെരി ഡിസപ്പോയിൻറ്റിങ്. അങ്ങനെ യാതൊരുവിധ ഹൈ മൊമെൻറ്റ്സും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, മൊത്തത്തിൽ ലോ മൊമെൻറ്റ്സ് ആയിട്ട് നമ്മളെ മൈൻഡ് അപ്സെറ്റാക്കി നമുക്ക് കൊടുത്ത കാശ് നഷ്ടമായി എന്നുള്ള കുറ്റബോധത്തോടു കൂടി കടന്നുറങ്ങേണ്ടി വന്നു എന്നല്ല സിനിമ കണ്ടപ്പോൾ. ഇതാണ് എൻ്റെ ഈ സിനിമയുടെ അഭിപ്രായം. ഇന്നസെൻ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ, അപരാധം എന്ന് പേരിട്ട് വല്ല ഈ പറഞ്ഞ പോലെ ന്യൂ ഇയറിനോ ദീപാവലിക്കൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മറ്റേ നമുക്ക് കാശ് കൊടുത്ത് ശിവകാശിന്ന് സാധനം ഇറക്കേണ്ട ഇത് നിന്ന് പൊട്ടിക്കോളും, അമ്മാതിരി സാധനം.